ഒരിക്കൽ ഒരു ബഹുഭാഷാ പണ്ഡിതൻ അക്ബറിന്റെ രാജസദസ്സ് സന്ദർശിച്ചു. പണ്ഡിതനായ അങ്ങയെ കണ്ടതിൽ സന്തോഷം. ഞങ്ങളുടെ ആതിഥ്യം സ്വീകരിച്ച് ഞങ്ങളോടൊപ്പം താമസിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം. അവിടുത്തെ ഇഷ്ടം പോലെ മഹാരാജാവേ. താങ്കളുടെ മാതൃഭാഷ എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. എനിക്ക് ഈ ലോകത്തിലുള്ള എല്ലാ ഭാഷകളോടും മാതൃഭാഷയോടെന്ന പോലെ സ്നേഹമുണ്ട് മഹാരാജാവേ. ആ പണ്ഡിതന്റെ മാതൃഭാഷ അറിയാൻ ആകാംക്ഷ തോന്നിയ അക്ബർ ബീർബലിനോട് സഹായം അഭ്യർത്ഥിച്ചു. മഹാരാജാവേ, അവിടത്തേക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം. ഇന്നു രാത്രി എന്നോടൊപ്പം വന്നാലും. പണ്ഡിതൻ അഗാധ നിദ്രയിലായിരുന്നപ്പോൾ ബീർബലും അക്ബറും അയാളുടെ മുറിയിൽ കടന്ന് പൊരുതെ തല്ലാൻ തുടങ്ങി. മഹാരാജാവേ, പണ്ഡിതൻ ഇപ്പോൾ പറഞ്ഞ ഭാഷ തെലുങ്കാണ്. അതാണ് അയാളുടെ മാതൃഭാഷ. ഒരുവൻ എത്ര തന്നെ പാണ്ഡിത്യമുണ്ടായാലും അത്ഭുതമോ അപകടമോ ഉണ്ടായാൽ അയാളുടെ വിചാരവികാരങ്ങൾ മാതൃഭാഷയിലൂടെയാണ് പ്രകടമാവുക. പണ്ഡിതനെ, ഞാൻ അങ്ങയെ അടിച്ചതിന് ക്ഷമിക്കണം. ഒരു ദിവസം ബീർബലിന്റെ കൊട്ടാരത്തിൽ ഒരു സംഭവം നടന്നു. അങ്ങനെ എന്റെ പണവും സ്വർണ്ണാഭരണങ്ങളും മുഴുവൻ മോഷ്ടിക്കപ്പെട്ടു. അങ്ങേക്ക് മാത്രമേ അത് കണ്ടുപിടിക്കാൻ എന്നെ സഹായിക്കാനാവൂ. നിങ്ങൾക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ? എന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരുടെ മേൽ സംശയമുണ്ട്. അടുത്ത ദിവസം ബീർബൽ 4 ജോലിക്കാരെയും വിളിച്ചു വരുത്തി ഓരോരുത്തർക്കും ഓരോ മാന്ത്രികക്കോൽ കൊടുത്തു. ഇതൊരു മാന്ത്രിക കോലാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാനിത് തരും. ആരാണോ യഥാർത്ഥ മോഷ്ടാവ് അയാളുടെ കോലിന് 1/2 ഇഞ്ച് നീളം വർദ്ധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് പോകാം. 4 പേരെയും പ്രത്യേക മുറികളിൽ പാർപ്പിച്ചു. അടുത്ത ദിവസം ഒരു ജോലിക്കാരന്റെ കോൽ മാത്രം 1/2 ഇഞ്ച് മുറിക്കപ്പെട്ടതായി കണ്ടു. നീയാണ് കുറ്റവാളി. സത്യമാണ്, എന്നോട് ക്ഷമിക്കണം. എങ്ങനെ കണ്ടുപിടിച്ച അങ്ങന്ന്? ലളിതം. ഇതൊരു മാന്ത്രിക കോലുമല്ല. ഇത് വളരുകയുമില്ല. ഇതിന് 1/2 ഇഞ്ച് നീളം വർദ്ധിച്ചാൽ സത്യം വെളിച്ചത്താകുമെന്ന് ഭയന്ന് ഇയാൾ ഈ കോൽ 1/2 ഇഞ്ച് മുറിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഇയാളാണ് മോഷ്ടാവ്. ബീർബൽ, നമ്മുടെ പ്രജകളെല്ലാവരും സത്യസന്ധരാണെന്ന് തോന്നുന്നു. അങ്ങനെ പറയാൻ പറ്റില്ല മഹാരാജാവേ. എല്ലാ ജനങ്ങളും പുറമേ കാണും പോലെ സത്യസന്ധരല്ല. അതെയോ? അതെങ്ങനെ പറയാൻ പറ്റും? നാളെ തന്നെ ഞാനത് തെളിയിക്കാം. ക്ഷേത്ര പൂജാകർമ്മങ്ങൾക്കായി ഓരോ കുടുംബവും ഇടങ്ങഴി പാൽ വീതം രാജകൊട്ടാരത്തിന് മുന്നിലുള്ള പാത്രത്തിൽ ഒഴിക്കണം. ഇത് മഹാരാജാവിന്റെ ഉത്തരവാണ്. എല്ലാവരും ഇടങ്ങഴി പാൽ വീതം പാത്രത്തിൽ കൊണ്ടുവന്നൊഴിച്ചു. എല്ലാവരും പോയതിനു ശേഷം അക്ബറും ബീർബലും പാത്രത്തിൽ നോക്കി. അതിൽ വെറും വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ടില്ലേ മഹാരാജാവേ,
ഓരോരുത്തരും കരുതി ഇത്രയും അധികം പാലിലേക്ക് ഒരിടങ്ങഴി വെള്ളമൊഴിച്ചാൽ കണ്ടുപിടിക്കാനാവില്ലെന്ന്. അതുകൊണ്ടാണ് ഇതിൽ മുഴുവൻ വെള്ളമായത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ബീർബൽ. എല്ലാ ജനങ്ങളും സത്യസന്ധരല്ല. സത്യസന്ധനായ കച്ചവടക്കാരൻ. ഒരു വിദേശ വ്യാപാരി തന്റെ ചരക്കുകൾ ആഗ്രയിൽ വിൽക്കാനായി കൊണ്ടുവന്നുകൊണ്ടിരുന്നു. വഴിയിൽ ഒരു നദി കടക്കേണ്ടി വന്നതിനാൽ ഒരു തോണി വാടകയ്ക്കെടുത്ത് ചരക്കുകളെല്ലാം അതിൽ കയറ്റി. മറുകരയിലെത്തിയ ഉടനെ അവ അതിൽ നിന്നും ഇറക്കാൻ തയ്യാറായി. എന്താ വേണ്ടത്? ഞാൻ എന്റെ സാധനങ്ങൾ ഇറക്കാൻ പോവുകയാണ്. ആരുടെ സാധനങ്ങൾ? ഇവയെല്ലാം എന്റെയാണ്. ഇത് കേട്ട ആ വ്യാപാരി ഞെട്ടിപ്പോയി. ഉടനെ ബീർബലിന്റെ അടുത്ത് ചെന്ന് പരാതി പറഞ്ഞു. ഞാനിവിടെ ചരക്കുകൾ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണ്. നദി കടന്ന് ഇക്കരയ്ക്ക് വന്ന ഉടനെ തോണിക്കാരൻ അതെല്ലാം അയാളുടേതാണെന്ന് പറഞ്ഞ് കൈവശപ്പെടുത്തി. താങ്കൾ അവയെല്ലാം എനിക്ക് തിരിച്ചു വാങ്ങിച്ചു തരണം. ബീർബൽ കാവൽക്കാരനെ പറഞ്ഞയച്ച് തോണിക്കാരനെ വിളിച്ചു വരുത്തി. എത്രയോ ഭീഷണിപ്പെടുത്തി ചോദിച്ചിട്ടും അയാൾ അവയെല്ലാം തന്റേതാണെന്ന് വാദിച്ചു. അടുത്ത ദിവസം ബീർബൽ വേഷം മാറി മറ്റൊരു കച്ചവടക്കാരനോടൊപ്പം നദിക്കരയിൽ ചെന്നു. അവിടെ ആ തോണിക്കാരനെ വിളിച്ച് അയാളുടെ തോണിയിലുള്ള സാധനങ്ങളുടെ വില ചോദിച്ചു. തോണിയിൽ 10,000 രൂപയുടെ സാധനങ്ങളാണുള്ളത്. കുറച്ച് ലാഭം കിട്ടുകയാണെങ്കിൽ ഞാനിവ തന്നേക്കാം. ഈ സാധനങ്ങളൊക്കെ ചന്തയിൽ വാങ്ങാൻ കിട്ടുന്നവയാണ്. 5,000 രൂപയ്ക്ക് തരികയാണെങ്കിൽ പറയൂ, നാളെ തന്നെ പണം തരാം. കുറച്ചു നേരം തമ്മിൽ സംസാരിച്ച ശേഷം 5,000 രൂപയ്ക്ക് തരാമെന്ന് അയാൾ സമ്മതിച്ചു. സാധനങ്ങൾ കാണാതെ എങ്ങനെയാണ് പണം തരിക? ഞങ്ങൾക്ക് അതെല്ലാം ഒന്ന് കാണണം. തോണിക്കാരൻ സാധനങ്ങളെല്ലാം കാണിച്ചു. ഈ സാധനങ്ങൾക്ക് 5,000 രൂപ തരുന്നത് നഷ്ടമാണ്. 3,000 തരാം. അതിൽ കൂടുതൽ പോവില്ല. ശരി ശരി, വേഗം പണം തന്നിട്ട് സാധനങ്ങൾ എടുത്തോളൂ. അടുത്ത ദിവസം പണം തരാമെന്ന് പറഞ്ഞ് അവർ സ്ഥലം വിട്ടു. വീട്ടിലെത്തിയ ബീർബൽ വ്യാപാരിയെ വിളിച്ചു. നിങ്ങളുടെ സാധനങ്ങളെല്ലാം ഞാൻ തന്നെ വാങ്ങാമെന്ന് തീരുമാനിച്ചു. ശരിയായ വില പറയൂ. 15,000 രൂപയാണെങ്കിൽ തരാം. അതിൽ കുറഞ്ഞാൽ ഞാൻ എന്റെ സാധനങ്ങൾ തിരിച്ചു കൊണ്ടുപോകും. ബീർബൽ തോണിക്കാരനോട് വാദിച്ചതുപോലെ സംസാരിച്ച് വില കുറയ്ക്കാൻ നോക്കി. പക്ഷെ വ്യാപാരി അതിന് വിസമ്മതിച്ചു. മറ്റു സ്ഥലങ്ങളിൽ ഇതിനേക്കാൾ അധിക വിലയ്ക്ക് അത് വിൽക്കാം. അടുത്ത ദിവസം രാവിലെ തോണിക്കാരനെയും ആ വ്യാപാരിയെയും വിളിച്ചു വരുത്തി. അപ്പോഴും രണ്ടുപേരും സാധനങ്ങൾ തങ്ങളുടേതാണെന്ന് വാദിച്ചു. ബീർബൽ ദേഷ്യത്തോടെ തോണിക്കാരനെ നോക്കി. നീ നുണ പറയുകയാണ്. നിന്റെ സാധനങ്ങളായിരുന്നുവെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ സമ്മതിക്കുമായിരുന്നോ? മര്യാദയ്ക്ക് കുറ്റം സമ്മതിച്ചോളൂ. തോണിക്കാരൻ ഭയന്നുപോയി. അയാൾ സത്യം സമ്മതിച്ചു. എങ്കിലും അയാൾ ചെയ്ത കുറ്റത്തിന് 30 ചാട്ടയടികൾ ശിക്ഷയായി കിട്ടി. കഴിവിനൊരു പരീക്ഷണം. പാഴ്സി രാജാവിനെ കാണാൻ വരുന്നവർ പലരും ബീർബലിനെ പറ്റിയും അദ്ദേഹത്തിന്റെ ബുദ്ധികൂർമ്മതയെ പറ്റിയും എപ്പോഴും പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ബീർബലിനെ കാണാൻ ആഗ്രഹിച്ചു. അദ്ദേഹം അക്ബറിന് സന്ദേശം അയച്ചു. അതിൽ താങ്കളുടെ ബുദ്ധിശാലിയായ മന്ത്രി ബീർബലിനെ ഒരാഴ്ചത്തേക്കെങ്കിലും തന്റെ വിരുന്നുകാരനായി അയക്കാൻ അഭ്യർത്ഥിച്ചിരുന്നു. അക്ബർ ബീർബലിനെ അയക്കാൻ തീരുമാനിച്ചു. പാർസി രാജാവിന് ചില പാരിതോഷികങ്ങളും ബീർബലിന്റെ കൈവശം കൊടുത്തയച്ചു. ബീർബൽ പാർസിയിൽ വന്ന ഉടനെ, മഹാരാജാവ് താങ്കളെ കാണാൻ കൊതിച്ചിരിക്കുകയാണ്. വരൂ, അദ്ദേഹത്തിന്റെ പക്കലേക്ക് പോകാം. രണ്ടുപേരും രാജകൊട്ടാരത്തിലേക്ക് പോയി. കൊട്ടാരത്തിൽ പ്രവേശിച്ച ബീർബൽ ഞെട്ടിപ്പോയി. അവിടെ 6 സിംഹാസനങ്ങളിൽ ഒരേപോലെയുള്ള മുഖഛായയും ശരീരപ്രകൃതിയും വസ്ത്രങ്ങളും ധരിച്ച് 6 പേർ ഇരിക്കുന്നുണ്ടായിരുന്നു.
ബീർബൽ ഇതിനു മുൻപ് പാർസി രാജാവിനെ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് അവിടെയുള്ളവരിൽ ആരാണ് യഥാർത്ഥ മഹാരാജാവ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അല്പനേരം എല്ലാവരെയും നന്നായി വീക്ഷിച്ച ബീർബൽ നേരെ നടന്നു ചെന്ന് നടുവിലിരുന്നയാളിനെ നോക്കി തലവണങ്ങി. മഹാരാജാവേ, അങ്ങേ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. പാർസി മഹാരാജാവ് ഷാ ബീർബൽ തന്നെ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്ന് അത്ഭുതപ്പെട്ടു. ബീർബൽ, നീ ഇതിനു മുമ്പ് എന്നെ കണ്ടിട്ടേയില്ല. എന്നിട്ടും എന്നെ എങ്ങനെയാണ് കൃത്യമായി കണ്ടുപിടിച്ചത്? മഹാരാജാവേ, ആദ്യം ആരാണ് യഥാർത്ഥ മഹാരാജാവെന്ന് എനിക്ക് മനസ്സിലായില്ല. എല്ലാവരെയും ഒരു തവണ ശ്രദ്ധിച്ചു നോക്കി. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. മറ്റെല്ലാവരും അങ്ങയെ നോക്കിയിരിക്കുന്നതായും അങ്ങ് മാത്രം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതായും എനിക്ക് മനസ്സിലായി. അങ്ങനെ അങ്ങാണ് യഥാർത്ഥ മഹാരാജാവെന്ന് തീരുമാനത്തിലെത്തി. കൊള്ളാം ബീർബൽ. അക്ബറും ബീർബലും വളരെ സൗഹൃദത്തോടെ പെരുമാറിയാലും വാഗ്വാദം ഉണ്ടാകുമ്പോൾ ബീർബൽ അദ്ദേഹത്തെ സമാധാനിപ്പിക്കുന്നതും ഒരു പതിവായിരുന്നു. അതേപോലെ ഒരു ദിവസം അക്ബർ ബീർബലിനോട് ദേഷ്യപ്പെട്ടു. ബീർബലും ആരോടും പറയാതെ അവിടെ നിന്ന് പോയി. എന്താണിത്? ബീർബലിനെ കുറെ നാളുകളായി കാണുന്നില്ലല്ലോ. കാവൽക്കാരെ, ബീർബലിനെ എല്ലായിടത്തും അന്വേഷിക്കുക. കാവൽക്കാർ എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ചിട്ടും ബീർബലിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് അക്ബറിനോട് വന്ന് പറഞ്ഞു. ഇത് കേട്ട അക്ബർ ഉടനെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു. നാളെ രാവിലെ രാജ്യത്തെ എല്ലാ പ്രജകളും പകുതി വെളിച്ചത്തിലും പകുതി ഇരുട്ടിലും നടന്ന് കൊട്ടാരത്തിലെത്തണം. പ്രജകൾ ആകെ പരിഭ്രമിച്ചു. പിറ്റേന്ന് ആരും കൊട്ടാരത്തിലേക്ക് വന്നില്ല. കുറെ നേരം കഴിഞ്ഞ് കൊട്ടാരത്തിൽ അക്ബറിന്റെ ചെവിയിൽ, രാജാവേ, അങ്ങയുടെ ഉത്തരവനുസരിച്ച് പകുതി വെളിച്ചത്തിലും പകുതി ഇരുട്ടിലും നടന്നു വന്നിരിക്കുകയാണ്. അക്ബർ പുറത്തേക്ക് വന്നു. പ്രജകളെല്ലാവരും ഒത്തുകൂടി. രാജകൊട്ടാര വാതിൽക്കൽ ഒരാൾ തന്റെ തലയിൽ ഒരു കട്ടിലും ചുമന്നു വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ അക്ബറിനെ കണ്ട ഉടനെ, രാജാവേ, അങ്ങയുടെ ഉത്തരവനുസരിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. അക്ബറിന് എല്ലാം മനസ്സിലായി. ഇതാരുടെ ആശയമാണ്? മഹാരാജാവേ, ബീർബലിന്റെ ആശയപ്രകാരമാണ് ഞാൻ വന്നത്. അദ്ദേഹം എന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. രാജാവ് അയാൾക്ക് പാരിതോഷികം നൽകി ബീർബലിനെ സമാധാനിപ്പിച്ച് രാജസദസ്സിലേക്ക് ക്ഷണിച്ചു. ആകാശക്കൊട്ടാരം. ഒരിക്കൽ അക്ബർ ചക്രവർത്തിക്ക് വിചിത്രമായ ഒരാഗ്രഹമുണ്ടായി. അത് തന്റെ മന്ത്രികളോട് പറഞ്ഞു. അടിത്തറയില്ലാതെ ആകാശത്തിലൊരു കൊട്ടാരം നിർമ്മിക്കണം. എങ്ങനെയാണ് ചെയ്യുക എന്ന് പറയൂ. ഇത് കേട്ട മന്ത്രികൾ ആശയക്കുഴപ്പത്തിലായി അന്ധാളിച്ചു നിന്നു. അപ്പോൾ അവിടെ വന്ന ബീർബലിനോട് ചക്രവർത്തി തന്റെ ആഗ്രഹം അറിയിച്ചു. ബീർബൽ ഒരിക്കലും ചക്രവർത്തിയോട് പറ്റില്ല എന്ന് പറയാറേയില്ല. ചക്രവർത്തി, അതത്ര വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ കുറച്ചു നാളുകൾ എടുക്കും, ചിലവും കൂടും. എങ്കിൽ ഉടനെ തന്നെ അതിനുള്ള ജോലികൾ ആരംഭിക്കൂ. പിറ്റേന്ന് ബീർബൽ തന്റെ ആൾക്കാരെ അയച്ച് 100 തത്തകളെ പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. ആ തത്തകളെ തന്റെ മകളുടെ പക്കൽ ഏൽപ്പിച്ചിട്ട്, മകളെ, ഈ തത്തകൾക്ക് നീ വെള്ളം കൊണ്ടുവാ, ഇഷ്ടിക കൊണ്ടുവാ, ചുണ്ണാമ്പ് കൊണ്ടുവാ, ദേ മര്യാദക്ക് ജോലി ചെയ്യ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്ക്. അതിന് സമ്മതിച്ച് അവൾ കുറെ മാസങ്ങളോളം ആ തത്തകളെ പറഞ്ഞു പഠിപ്പിച്ചു. ഒരു ദിവസം ചക്രവർത്തിക്ക് ആകാശക്കൊട്ടാരത്തിന്റെ ഓർമ്മ വന്നു. ഉടനെ ബീർബലിനെ വിളിച്ചു വരുത്തി. എന്താ ബീർബൽ, എന്റെ ആകാശക്കൊട്ടാരം എവിടം വരെയായി? തിരുമനസേ, കൊട്ടാരത്തിന്റെ പണികൾ ത്വരിതഗതിയിൽ നടക്കുകയാണ്. അതെയോ? സന്തോഷം. എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാം. ശരി തിരുമനസേ, നാളെ കാണാം. പിറ്റേന്ന് രാജകൊട്ടാര മണ്ഡപത്തിൽ മകൾ ശീലിപ്പിച്ച തത്തകളെ ബീർബൽ പറത്തിവിട്ടു. അകത്ത് പ്രവേശിച്ച അക്ബർ
അത്ഭുതപ്പെട്ടു. ഇങ്ങനെ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് തത്തകൾ അങ്ങുമിങ്ങും പാറിപ്പറന്നു. തന്റെ തമാശയ്ക്കുള്ള ഉത്തരവിനെ പോലും മാനിച്ച് അത് പ്രകാരം പ്രവർത്തിച്ചതിൽ സന്തോഷിച്ച അക്ബർ, എന്താ ബീർബൽ, കൊട്ടാരം കാണുന്നില്ലല്ലോ? ചക്രവർത്തി ആകാശത്തിൽ നിർമ്മിച്ചത് കൊണ്ടാണ് അങ്ങേക്ക് കാണാൻ പറ്റാഞ്ഞത്. നീ അതിബുദ്ധിശാലി തന്നെ. നിന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ആദ്യം കണ്ട മുഖം. അക്ബറിന്റെ രാജ്യത്ത് ദുർഭാഗ്യവാനായ ഒരാൾ ഉണ്ടായിരുന്നു. രാവിലെ അവന്റെ മുഖത്ത് കണി കണ്ടാൽ അന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പേടിച്ച് ജനങ്ങൾ അവനെ നോക്കാറേയില്ലായിരുന്നു. ഈ വിവരം അക്ബർ ചക്രവർത്തി അറിഞ്ഞു. എന്ത്? അങ്ങനെ ഒരാളോ? അവനെ കൂട്ടിക്കൊണ്ടുവരുവിൻ, കാണട്ടെ. അവനെ കൂട്ടിക്കൊണ്ടുവന്ന് ഒരു മുറിയിലിരുത്തി. പിറ്റേന്ന് ചക്രവർത്തി കുളി കഴിഞ്ഞ് അവന്റെ മുറിയിലേക്ക് ചെന്ന് അവനെ കണ്ടിട്ട് രാജ്ഞിയെ കാണാനായി പുറപ്പെട്ടു. അപ്പോൾ ഒരു കാവൽക്കാരൻ വന്ന്, മഹാരാജാവേ, രാജ്ഞി ബോധം കെട്ട് വീണു. എന്ത്? അവന്റെ മുഖത്ത് നോക്കിയ ഉടനെ ആപത്തോ? പ്രഭാത ഭക്ഷണത്തിനായി ഇരുന്ന ചക്രവർത്തിക്ക് ഭയങ്കര വയറുവേദന. അന്ന് മുഴുവനും കഷ്ടപ്പെട്ടു. എല്ലാം ആ ദുർഭാഗ്യവാൻ കാരണം ഉണ്ടായതാണ്. അവൻ കാരണം ഇനി ആരും ദുഃഖിക്കാൻ പാടില്ല. അതുകൊണ്ട് ആരവിടെ? അവനെ നാളെ തൂക്കിക്കൊല്ലാൻ നാം ആജ്ഞാപിക്കുന്നു. തന്നെ തൂക്കിക്കൊല്ലാൻ പോവുകയാണെന്നറിഞ്ഞ ആ മനുഷ്യൻ വല്ലാതെ ദുഃഖിച്ചു. അപ്പോൾ അതുവഴി വന്ന ബീർബലിനെ കണ്ട അവന് ഒരാത്മവിശ്വാസം കൈവന്നു. ഉടനെ അവൻ ബീർബലിനോട് എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു. അതെയോ? ശരി, നീ വിഷമിക്കേണ്ട. ബീർബൽ അവന്റെ ചെവിയിൽ എന്തോ പറഞ്ഞു. പിറ്റേന്ന് തൂക്കിക്കൊല്ലുന്നതിനു മുൻപ് അവൻ ചക്രവർത്തിയെ ഒന്ന് കാണണമെന്ന് അഭ്യർത്ഥിച്ചു. അങ്ങനെ അവനെ ചക്രവർത്തിയുടെ മുന്നിൽ കൊണ്ടുവന്നു. മഹാരാജാവേ, ഞാൻ എന്തു കുറ്റം ചെയ്തിട്ടാണ് എനിക്ക് ഈ ശിക്ഷ? നീ ദുർഭാഗ്യവാനാണെന്ന് എല്ലാവരും പറയുന്നത് സത്യം തന്നെയാണെന്ന് മനസ്സിലായി. നീ കാരണം ഇനി ആരും തന്നെ ദുഃഖിക്കരുത്. അതുകൊണ്ടാണ് ഈ ശിക്ഷ. ക്ഷമിക്കണം മഹാരാജാവേ, എന്നെ കണ്ടതിനാൽ അങ്ങ് പട്ടിണി കിടന്നെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങയുടെ തിരുമുഖമാണ് ഞാൻ ആദ്യം കണ്ടത്. എന്നിട്ട് എനിക്ക് മരണശിക്ഷ ലഭിക്കുന്നുവല്ലോ. അവൻ പറഞ്ഞതിലുള്ള സത്യാവസ്ഥ മനസ്സിലാക്കിയ അക്ബർ അവന് സ്വർണവും വസ്തുവകകളും നൽകി അവന്റെ ദാരിദ്ര്യം അകറ്റി. ഇങ്ങനെ സംസാരിക്കുവാൻ നിനക്കാരാണ് പറഞ്ഞു തന്നത്? കാരുണ്യവാനായ ചക്രവർത്തിക്ക് തെറ്റ് സംഭവിക്കരുതെന്ന് കരുതിയ അങ്ങയുടെ വിശ്വസ്തനായ മന്ത്രി ബീർബൽ. അക്ബറിന് ബീർബലിനെ കുറിച്ച് അഭിമാനം തോന്നി. ഒരു ദിവസം അക്ബർ മാമ്പഴം നുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വിരലിൽ മുറിവേറ്റു. അയ്യോ! എല്ലാം നന്മയ്ക്ക് തന്നെ. എന്ത്? എനിക്ക് വേദനിക്കുന്നു? തനിക്ക് തമാശയാണോ? ആരവിടെ? ഇയാളെ കാരാഗ്രഹത്തിലടയ്ക്കൂ. എല്ലാം നന്മയ്ക്ക് തന്നെ. അടുത്ത ദിവസം അക്ബർ നായാട്ടിനായി പോയപ്പോൾ കാട്ടുവാസികളുടെ പിടിയിൽ അകപ്പെടാൻ ഇടയായി. അവനെ പിടിക്ക്, നമ്മുടെ ദൈവത്തിന് അവനെ ബലി കൊടുക്കാം. ബലി കൊടുക്കരുത്. അവന്റെ വിരലിൽ മുറിവേറ്റിട്ടുണ്ട്. മുറിവേറ്റ ഒന്നിനെയും നമ്മുടെ ദൈവം സ്വീകരിക്കില്ല. അതുകൊണ്ട് ഇവനെ വിട്ടേക്കാം. ബീർബൽ പറഞ്ഞത് ശരി തന്നെ. മുറിവേറ്റതും ഒരു വിധത്തിൽ നല്ലത് തന്നെ.
കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ അക്ബർ ബീർബലിനെ സ്വതന്ത്രനാക്കി. തന്നെ കാരാഗ്രഹത്തിൽ അടച്ചപ്പോഴും എല്ലാം നന്മയ്ക്ക് തന്നെ എന്ന് പറഞ്ഞില്ലേ, അതെന്തുകൊണ്ടാ? എന്നെ കാരാഗ്രഹത്തിൽ അടച്ചില്ലായിരുന്നുവെങ്കിൽ ഞാനും അങ്ങയോടൊപ്പം വരുമായിരുന്നു. അപ്പോൾ കാട്ടുവാസികൾ അങ്ങയെ വിട്ടിട്ട് എന്നെ കൊല്ലുമായിരുന്നു. വളരെ ശരിയാണ് ബീർബൽ.